എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം 11 വാക്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മളെല്ലാവരും ഈ വചനം എല്ലാ നിമിഷവും എല്ലാ സമയവും ധ്യാനിക്കേണ്ട ഒന്നാണ്, ആലോചിച്ച് നടക്കേണ്ട ഒന്നാണ്. നമുക്കൊരുമിച്ച് ഈ വചനം ഏറ്റുപറയാം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. വിശുദ്ധ സുവിശേഷത്തില് ഈ വചനഭാഗം പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 23 അധ്യായത്തില് 12 വാക്യം ഇത് തന്നെയാണ്. അതേപോലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് വീണ്ടും 18 അധ്യായത്തില് 14 വാക്യം ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 18 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫരിസേയനും ചുങ്കക്കാരനും. ഈ ഒരു ഭാഗത്ത് യേശു തന്നെ തന്നെ പുകഴ്ത്തി പറയുന്നവരോട് യേശു ഒരു ഉപമയിലൂടെ അതിൻ്റെ ആപത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു ഫരിസേയനും ചുങ്കക്കാരനും ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുന്നു. രണ്ടുപേരും തന്നെ തന്നെ ദൈവത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു രീതിയാണ് യേശു ഈ വചനഭാഗത്ത് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, ഫരിസേയൻ ഞാനെന്ന ഭാവത്തോടെ, ഞാനാണ് ശരിയെന്ന ഭാവത്തോടെ, ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന ഭാവത്തോടെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ തികച്ചും ദൈവത്തിൻ്റെ മുഖത്ത് പോലും നോക്കാൻ ഭയന്നുകൊണ്ട് ചുങ്കക്കാരൻ ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ആ ഒരു കോൺടെസ്റ്റ് അവസാനിക്കുന്നത് യേശു ഈ വചനം പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഉള്ളിലെ അഹങ്കാരം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും, നമ്മുടെ ഉള്ളിലെ എളിമ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും എന്നൊരു ചിന്തയാണ് യേശു ഈ വചനഭാഗത്തിലൂടെ നമുക്ക് തരുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്കറിയാം, ഒരു വ്യക്തി വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നടക്കുന്നു, വലിയ വീടുകളിൽ താമസിക്കുന്നു. ഇതാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ആ വ്യക്തി ഒരു പ്രമുഖനാവാൻ വേണ്ട യോഗ്യത. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവം ഹൃദയത്തെ അളക്കുന്നവനാണ്, ഒരു മനുഷ്യന്റെ ഉൾവശം അളക്കുന്നവനാണ്. ആന്തരികമായിട്ട് ഒരു മനുഷ്യന്റെ ശുദ്ധിയെ അളക്കുന്നവനാണ് ദൈവം. ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ചെറിയ കഥയാണ്. ഒരു കൊച്ചുകുട്ടി ഒരു ഉത്സവ പറമ്പിൽ ബലൂണുകൾ വിൽക്കുന്ന ഒരു ബലൂൺ വിൽപ്പനക്കാരൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് കൗതുകത്തോടെ ആ കൊച്ചുകുട്ടി ചോദിക്കുകയാണ്, വളരെ നിറങ്ങളോട് കൂടിയ ബലൂണുകളുണ്ടല്ലോ, ഈ ബലൂണുകൾക്ക് പിറകിലായി താങ്കൾ അല്പം ഭംഗി കുറഞ്ഞൊരു ബലൂൺ എന്തിനാണ് കെട്ടിവെച്ചിരിക്കുന്നത്? മറ്റ് ബലൂണുകളെ പോലെ ഈ അല്പം ഭംഗി കുറഞ്ഞ ബലൂണിനും കാറ്റത്ത് പറക്കുവാനായിട്ട് സാധിക്കില്ലേ? ഇത് കേട്ടപ്പോൾ ആ ബലൂൺ വിൽപ്പനക്കാരൻ കൊച്ചുകുട്ടിയെ നോക്കി പറയുകയാണ്, ഈ വളരെ മനോഹരമായ നിറങ്ങളോട് കൂടിയ ബലൂണുകളിൽ ഞാൻ നിറച്ചിരിക്കുന്നത് വായുവാണ്. വായുവിന് കനമില്ല, അതിന് പറക്കാനായിട്ട് ഉയരാനായിട്ട് സാധിക്കും. അതിൻ്റെ നൂലഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിന് ഉയരാനായിട്ട് സാധിക്കും. അതേസമയം നീ എനിക്ക് കാണിച്ചു തന്ന ആ അല്പം നിറം കുറഞ്ഞൊരു ബലൂണകത്ത് ഞാൻ നിറച്ചിരിക്കുന്നത് ഹീലിയം എന്നൊരു വാതകമാണ്. നമുക്കറിയാം, ഹീലിയത്തിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് ഹീലിയത്തിന് വളരെ വേഗത്തിൽ
വായുവില് പറന്നടക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഹീലിയം നിറച്ച ബലൂണ് മറ്റു ബലൂണേക്കാളും ഉയരത്തിലേക്ക് പറന്നുയരാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അതിൻ്റെ നൂല് നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് തിരികെ തിരികെ വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് ഉയരങ്ങളിലേക്ക് പറന്നു പോകും. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ ഭാഗ്യരൂപം നോക്കിയിട്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ദൈവം ഒരു മനുഷ്യന്റെ ആന്തരിക രൂപം അളന്നുകൊണ്ടാണ് ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ വചനം ഒരിക്കൽ കൂടെ നമുക്ക് ഏറ്റുപറയാം. അക്കോർഡിംഗ് ടു ലൂക്ക് 14:11, For all those who exalt themselves will be humbled, and those who humble themselves will be exalted. ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം. എഫാത്ത.